ഹായ് ഹലോ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വക നല്ലൊരു അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഒരു പായസമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു കപ്പല്ല കേട്ടോ, അരക്കപ്പ് അളവിൽ ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു കപ്പ് അളവിൽ ഒന്നാം പാല്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 3 കപ്പ് അളവിൽ നമ്മുടെ രണ്ടാം പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചവ്വരി വേവിച്ചും വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ശർക്കര പാനിയും കൂടെ എടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ഒരല്പം വെള്ളത്തിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് അതൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ആദ്യം തന്നെ പാൻ വെച്ച് പാനിലോട്ട് അല്പം നെയ്യ് വീഴ്ത്തി കൊടുത്ത് നെയ്യ് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഓട്സ് ഉണ്ടല്ലോ, ഓട്സിന് അതുമാതിരി അങ്ങ് തട്ടിക്കൊടുക്കാം. ഓട്സ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് ഡബിളാക്കി എടുത്തോണം സാധനങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്ത് കൊണ്ടുവരാം. എന്തിനാണ് വറുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഈ ഓട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പം നെയ്യിൽ കിടന്ന് ഇവൻ അങ്ങ് വറുത്തങ്ങ് നമുക്ക് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് റോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ വരുമ്പോഴത്തേക്കും നല്ലൊരു മണം കേട്ടോ നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ ക്യാമറ അടക്കോ ഒതുക്കോ ഇല്ലാത്തതായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത്. നിങ്ങളത് കണ്ടില്ല എന്നങ്ങ് വച്ചേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ നമ്മുടെ ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് നമുക്ക് ഇതിലോട്ട് അങ്ങ് വീഴ്ത്തി കൊടുക്കാം. എനിക്ക് ഇവിടെ കിട്ടുന്ന ശർക്കര അത്ര നല്ല ശർക്കരയല്ല, ഭയങ്കര കളറാണ്, എങ്കിലൊട്ടും മധുരം കുറവുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അവർ കളറൊക്കെ ചേർക്കുന്ന പരിപാടി ആയിരിക്കണം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമ്മുടെ ഓട്സും നമ്മുടെ ശർക്കരപ്പാനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ നിന്ന് നമ്മുടെ നെയ്യൊന്ന് പുറത്ത് ചെറിയ രീതിക്ക് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇതിലില്ല. നമ്മൾ സാധാ പായസം ചെയ്യുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. നമ്മുടെ മറ്റു പായസത്തിന് പോലെ വലിയ താമസവും കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. അപ്പോൾ അത് നോക്കി ഇതെല്ലാം വറ്റി നല്ല രീതിക്ക് നമ്മുടെ ഓട്സ് വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ ഒരു വല പോലെ കാണുന്നത് വേറെ ഒന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഓട്സിൻ്റെ ആ ഒരു തിക്നെസ്സിൻ്റെ ഇതും പിന്നെ നമ്മുടെ ശർക്കര പാനി ഒരു കാരമലോട്ട് മാറുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിനി നല്ല രീതിക്ക് നമുക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സൈഡിൽ നിന്നൊക്കെ നമ്മുടെ നെയ്യ് ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പരിപാടി ഇല്ലേ, ഉണ്ടെന്നേ. അപ്പം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 3 കപ്പ് രണ്ടാം പാലാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൂന്നാം പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ടാം പാൽ, പിന്നെ ഒന്നാം പാൽ, അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 2 പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിക്കോ, രണ്ടാം പാൽ ഒരു 3 കപ്പ് വീഴ്ത്തിയിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് നമ്മുടെ ശർക്കരപ്പാനിയിലും തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നമ്മുടെ ഓട്സ് നല്ലപോലെ വെന്ത് വരും കേട്ടോ. ഇത് വേവാനുള്ള സമയം കൊടുക്കുക. ഓട്സിന് വേവില്ല എന്ന് ആരും പറയരുത്. ഓട്സിന് അതിൻ്റേതായ ഒരു വേവും കാര്യങ്ങളൊക്കെ, എന്നാൽ ഒരുപാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സമയം ഒന്ന് തിക്കായി വരുന്ന സമയത്തേക്ക് ഞാനൊരു 3 ഏലയ്ക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയിലൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ചേർക്കുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്, ചവ്വരിയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ പായസത്തിൻ്റെ തിക്നെസ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഓട്സും ഈ ഒരു ചവ്വരിയും കൂടെ നല്ല രീതിക്ക് കോംബോ ആയിട്ട് പോകാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കി പിന്നെയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചേർക്കുന്നത്, മക്കൾക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും എന്താ പറയുക, പപ്പടവും നമ്മുടെ പഴവും കൂടെ ഉണ്ടെങ്കിലോ പൊളിച്ച്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തോട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഓട്സൊക്കെ ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒന്നാം പാലിനെ അങ്ങോട്ടെടുത്ത് വീത്തി കൊടുക്കുക. ഇന്നത്തെ തേങ്ങയുടെ വിലയൊക്കെ എനിക്കറിയാം, എന്നാലും എന്ത് പറയാനാണ്, പായസത്തിന് തേങ്ങാപ്പാലില്ലാതെ എന്തു ചെയ്യാനാണ്. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പശുവും പാൽ വീഴ്ത്തിയ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് കിട്ടത്തില്ലെന്നേ. തേങ്ങാപ്പാലിന് അതിൻ്റേതായ ടേസ്റ്റ് അങ്ങനെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ തേങ്ങാപ്പാലും കൂടെ വീഴ്ത്തി എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ ഈ പായസത്തിൻ്റെ ഒരു തിക്നെസ് എത്ര വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഒന്നാം പാലോ രണ്ടാം പാലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും ഇട്ട് ചൂടാകും, ചെറുതായിട്ടൊന്ന് ചൂടാവുക, അത്രയും മാത്രമേ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഒരുപാട് അങ്ങ് തിളക്കി വരും. ഒരു തിള ഇങ്ങനെ പൊങ്ങുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി പരിപാടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇളക്കി കൊടുത്താൽ പിന്നെ ഉണ്ട് പരിപാടി. ഞാൻ എപ്പോഴും പരിപാടി ഇല്ല എന്ന് പറയുന്നത്, ഇനിയുണ്ട് പരിപാടി. ഇനിയാണ് മെയിൻ പരിപാടി. നമ്മൾ കുറച്ച് നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിടുന്ന പരിപാടിയാണ് അടുത്ത്. നിങ്ങളുടെ കയ്യിൽ ഇനി തേങ്ങ കൊത്തുണ്ടെങ്കിൽ
അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതും കൂടെ നമ്മൾ നെയ്യിലിട്ടൊന്ന് വറുത്തങ്ങ് ഇട്ട് കൊടുത്താണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു എന്താ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ നെയ്യിലിട്ട് വറുത്ത് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ട്രിക്കുണ്ട്. അപ്പോഴാണ് ശരിക്കും ആ പായസത്തിൻ്റെ അതിൻ്റേതായുള്ള മണവും എന്താ പറയുക നമ്മൾ പറയില്ലേ പായസം വെച്ചാൽ 10 ലോകം അറിയണമെന്ന് പറയും. അപ്പോൾ അതേ രീതിക്ക് കൊണ്ടുവന്ന് ഇളക്കി കഴിഞ്ഞ് അങ്ങ് കുടിച്ചാലുണ്ടല്ലോ സൂപ്പറോ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി ഓണം.